ഷെയ്ഖ് പറയാണ് വയഖറഉ ബഅദൽ ഊലാ അൽ ഫാത്തിഹ. ഒന്നാമത്തെ തക്ബീറിന് ശേഷം എന്താണ് ചൊല്ലേണ്ടത്? സൂറത്തുൽ ഫാത്തിഹയാണ്. വഇൻ ഖറഅ മഅഹാ സൂറത്തൻ ഖസീറത്തൻ ഔ ആയതൻ ഔ ആയതൈനി ഫഹസനുൻ ലിൽ ഹദീസി സ്വഹീഹിൽ വാരിദി ഫീ ദാലിക അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അപ്പോൾ ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക. പ്രാരംഭ പ്രാർത്ഥന ഉണ്ടോ മയ്യിത്ത് നിസ്കാരത്തിൽ? ഇല്ല. പ്രാരംഭ പ്രാർത്ഥന ഇല്ലാതെ നേരെ ഫാത്തിഹ ഓതി തുടങ്ങാണ് വേണ്ടത്. കാരണം മയ്യിത്ത് നിസ്കാരം എന്നുള്ളത് വളരെ ചുരുക്കി നിർവഹിക്കുന്ന നിസ്കാരമാണ്. അതിൽ റുക്കൂ ഇല്ല, സുജൂദില്ല, ഇഅ്തിദാലില്ല, ബാക്കിയുള്ള ഒന്നുമില്ല. ആകെ നൃത്തമുണ്ട്, പിന്നെ 4 തക്ബീറുകളുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കുന്ന നിസ്കാരമാണ് എന്ത്? മയ്യിത്ത് നിസ്കാരം. അപ്പോൾ ആ മയ്യിത്ത് നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന ഇല്ല. ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞാൽ നേരെ ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. സൂറത്ത് ഓതാൻ പറ്റുമോ? സൂറത്ത് ഓതുന്നതിൽ എന്തില്ല? വിലക്കൊന്നും ഇല്ല. അതാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. വഇൻ ഖറഅ മഅഹ, ആരെങ്കിലും ആ സൂറത്തുൽ ഫാത്തിഹയുടെ കൂടെ ഓതി സൂറത്തൻ ഖസീറത്തൻ, ചെറിയൊരു സൂറത്ത്, ഔ ആയത്തൻ ഔ ആയത്തൈൻ, അല്ലെങ്കിൽ 1-2 ആയത്തുകൾ, ഫഹസനുൻ, അതെന്താണ്? നല്ല കാര്യമാണ്. അത് വെറുതെ ഷെയ്ഖിന്റെ അഭിപ്രായം പറഞ്ഞതല്ല. ലിൽ ഹദീസി അസ്സഹീഹിൽ വാരിദി ഫീ ദാലിക അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ വിഷയത്തിൽ സ്വഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹദീസിൽ വന്ന സംഗതിയാണത്. അവിടെ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്നിട്ട് ത്വൽഹത്ത് ഇബ്നു അബ്ദില്ല അദ്ദേഹം നിസ്കരിച്ചു. അപ്പോൾ നിസ്കരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ഓതി? സൂറത്തുൽ ഫാത്തിഹ ഓതി. അതിനുശേഷം ഒരു സൂറത്തും ഓതി. അത് ഉറക്കനെ തന്നെയാണ് ഓതിയത്, ഉച്ചത്തിൽ തന്നെയാണ് ഓതിയത്. അപ്പോൾ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരും ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് ഇദ്ദേഹം ത്വൽഹത്ത് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു ഔഫ് റഹിമഹുല്ലാ, അദ്ദേഹം ഇബ്നു അബ്ബാസിന്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇപ്പൊ ഇങ്ങനെ ഓതിയത്? സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് നമുക്ക് പരിചയമുള്ളത്. അപ്പൊ എന്താണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം നിങ്ങൾ ഒരു സൂറത്തും കൂടി ഓതാനുള്ള കാരണം? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മറുപടി സുന്നത്തുൻ വഹഖുൻ, അതും ഉള്ളതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ അങ്ങനത്തെ രൂപം എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പൊ ഒരാൾ മയ്യിത്ത് നിസ്കരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ കൂടെ എന്ത് ചെയ്തു? വേറൊരു ചെറിയ സൂറത്ത് കൂടി ഓതിയാൽ അതിനെന്തില്ല? തെറ്റില്ല. അപ്പൊ ചിലപ്പോൾ ഇമാം നിൽക്കുന്ന ആള് സാവകാശം ഓതുന്ന ഒരാളാണ്. നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞു, പിന്നെ നമുക്ക് സമയമുണ്ട്, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ഒരു സൂറത്തോ അല്ലെങ്കിൽ 1-2 ആയത്തുകളൊക്കെ ഓതാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന സംഗതിയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.